പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ എക്സസൈസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ അക്കൗണ്ടൻസിയുടെ ഒന്നാം അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുക എന്ന് ഒരു ഇല്ലസ്ട്രേഷനിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ഓൾ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെന്റ്സും രേഖപ്പെടുത്തുന്നതിനുള്ള അക്കൗണ്ടാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുകയാണ്. നമുക്കിവിടെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം തന്നിരിക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു സിൽവർ പോയിന്റ് പ്രിപ്പയർ receipts and payments account for the year ending March 31st, 2017. 2017 മാർച്ച് 30 അവസാനിക്കുന്ന വർഷത്തെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ആയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്, എൻട്രൻസ് ഫീ, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഡൊണേഷൻസ് റിസീവ്ഡ് ഫോർ പവലിയൻ, rent paid, sports materials purchased, purchase of refreshment, expense for maintenance of tennis court, salary paid, tournament expenses, furniture purchased, office expenses, closing cash in hand. ഈ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് റെസീറ്റ്സ് എമൗണ്ട്, അതുപോലെ ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ്സ് എമൗണ്ട്. ശ്രദ്ധിക്കുന്നുള്ളൂ, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എല്ലാ റെസീറ്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡും എല്ലാ പേയ്മെന്റ്സും ക്രെഡിറ്റ് സൈഡും എടുക്കണം. ആദ്യം പറഞ്ഞ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ടഡ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് ഇൻ ബാങ്ക്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് നമുക്കിവിടെ നോക്കാം. തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷും അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ബാങ്കും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ നമ്മൾ ക്യാഷും ബാങ്കും എന്ത് ബാലൻസ് ആയിരുന്നത്? ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ടഡ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതും ആദ്യം. ബാലൻസ് ബ്രോഡ് ഡൗൺ, താഴെ ക്യാഷ്, ക്യാഷിന്റെ എമൗണ്ട് വരുന്നു 1000, ബാങ്ക് 7200. അപ്പൊ ചില പുസ്തകത്ത് പിന്നെ ക്യാഷ് മാത്രമായിരിക്കും, ചിലപ്പോൾ ബാങ്ക് മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന ഐറ്റംസ് ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി. അതുപോലെ ചില പുസ്തകത്ത് ബാലൻസ് ഇത് മാത്രം തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട. ബാലൻസ് ബ്രോഡ് ആയിട്ട് ആ തന്നിരിക്കുന്ന എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് കൊടുക്കുന്നത് കാണിച്ചാൽ മതി കേട്ടോ. നോക്കുന്നത് ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഓരോ ഐറ്റം എടുക്കുമ്പോൾ അത് റെസീറ്റ്സ് ആണോ പേയ്മെന്റ്സ് ആണോ നോക്കിയാൽ മതി. റെസീറ്റ്സ് ആണെങ്കിൽ റെസീറ്റ്സ് സൈഡ് എഴുതാം, പേയ്മെന്റ് ആണെങ്കിൽ പേയ്മെന്റ് സൈഡ് എഴുതാം. അത്രയും മാത്രം നോക്കേണ്ട, വേറെ കൂടുതലൊന്നും നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കാം നമുക്ക്. നെക്സ്റ്റ് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞാൽ അടുത്ത സബ്സ്ക്രിപ്ഷൻ കളക്ടഡ് ഫോർ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ 2015, 16, 16, 17, 17, 18 അല്ലേ. ഇത് 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴാണ് കിട്ടിയത്. 2015, 16 500 രൂപയുണ്ട്, 16, 17 7600 രൂപ, 17, 18 900 രൂപ. അപ്പോൾ ഇത് 3 ഈ വർഷം കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 3 സബ്സ്ക്രിപ്ഷൻ എന്താണ്? റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? സബ്സ്ക്രിപ്ഷൻ ഓ റെസീറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ റെസീറ്റ്സ് ആയിട്ട് എടുക്കാം. ഇത് 3 നമ്മൾ എടുക്കണം, കാരണം 3 ഈ വർഷം ഈ പൈസ മുഴുവൻ കിട്ടിയിരിക്കുന്നത് ഈ വർഷമാണ്. നമ്മൾ ഇത്ര ചിന്തിക്കണ്ടോ, ക്യാഷ് കിട്ടുന്നതല്ല നമ്മൾ റെസീറ്റ്സും ക്യാഷ് കൊടുക്കുന്നതല്ല പേയ്മെന്റ് സൈഡ് കാണിച്ചാൽ മതി. അപ്പോൾ ഏത് വർഷത്തെയായാലും നമ്മൾ എന്താണ് ഈ വർഷത്തെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ അത് നമ്മൾ റെസീറ്റ്സ് സൈഡ് എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ അതിൻ്റെ 2015, 16, 16, 17, 17, 18. അപ്പോൾ നമ്മൾ താഴെ റെസീറ്റ്സ് സൈഡ് എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ ചെയ്ത ഓരോ വർഷത്തേത് 2015, 16, 16, 17, 17, 18. അത് 3 ടോട്ടലായിട്ട് എമൗണ്ട് 9000 എമൗണ്ട് കൊടുക്കുന്നത് രേഖപ്പെടുത്താം. സബ്സ്ക്രിപ്ഷൻ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? റെസീറ്റ്സ്. അത് വിൽപ്പന, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. അത് നമ്മൾ ചിലപ്പോൾ ഈ ക്ലബ് ഇങ്ങനെയുള്ള പരിപാടികളിൽ പ്രോഗ്രാം നടത്തുകയാണ്. റിഫ്രഷ്മെന്റ്
വിൽപ്പന നടത്തിയിട്ട് ആ വിൽപ്പനയിലൂടെ കിട്ടിയ പൈസയാണ് ഇറ്റ് ഈസ് എ റെസീപ്റ്റ്. ഇപ്പോൾ റെസീപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് റെസീപ്റ്റ് ആയിട്ട് കാണിക്കാം. എമൗണ്ട് 1000. നെക്സ്റ്റ് ഐറ്റം വരുന്നത് എൻട്രൻസ് ഫീ റിസീവ്ഡ്. ഇപ്പോൾ എൻട്രൻസ് ഫീ റിസീവ്ഡ് എന്ന റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? റെസീപ്റ്റ് അല്ലേ. ഇപ്പോൾ എൻട്രൻസ് ഫീ എന്താണ്, ഒരാൾ നമ്മളിപ്പോൾ പുതുതായിട്ട് ഇതിനകത്ത് പ്രവേശിക്കുമ്പോൾ, ഈ സ്ഥാപനത്തിനകത്തേക്ക് പുതുതായിട്ട് ഒരാൾ പ്രവേശിക്കുമ്പോൾ അവർക്ക് വാങ്ങിക്കുന്ന ഫീസാണ് എൻട്രൻസ് ഫീ. പ്രവേശന ഫീസ് എന്ന് പറയും അല്ലേ. പ്രവേശന ഫീസ് എന്ന് പറഞ്ഞത് റെസീപ്റ്റ്, ബിസിനസ്സിലേക്ക് പണം വരുന്നതാണ്. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ് ആണ്. ക്യാഷ് റെസീപ്റ്റ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യാം, റെസീപ്റ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം റെസീപ്റ്റ് സൈഡിൽ എൻട്രൻസ് ഫീ റിസീവ്ഡ് എമൗണ്ട് 1000. നെക്സ്റ്റ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് 1200. എന്താ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? റെസീപ്റ്റ്. പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിറ്റു. അപ്പോൾ പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിൽക്കുമ്പോൾ നമുക്ക് ബിസിനസ് ഈ ഓർഗനൈസേഷന് ക്യാഷ് കിട്ടും. ഇപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് റെസീപ്റ്റ് ആണ്. ഇപ്പോൾ ക്യാഷ് വരുന്ന റെസീപ്റ്റ് ആണ് പറഞ്ഞത്. പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിറ്റപ്പോൾ കിട്ടിയ ക്യാഷ് ആണ്. ഇറ്റ് ഈസ് എ ക്യാഷ് റെസീപ്റ്റ്സ്. അത് വിൽ ബി ഷോൺ ഓൺ ദ റെസീപ്റ്റ് സൈഡ്. ഇപ്പോൾ നെക്സ്റ്റ് ഐറ്റം റെസീപ്റ്റ് സൈഡിൽ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് എമൗണ്ട് 1200. നെക്സ്റ്റ് ഐറ്റം നോക്കോ, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. ഡൊണേഷൻസ് റിസീവ്ഡ് ഫോർ പവലിയൻ ₹4600. റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? റെസീപ്റ്റ്. ഡൊണേഷൻ സംഭാവനയാണ് അല്ല, പവലിയൻ നിർമ്മിക്കാൻ വേണ്ടി സംഭാവന ലഭിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരികയാണ്. അപ്പോൾ ക്യാഷ് വരുന്നത് ക്യാഷ് റെസീപ്റ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നു, റെസീപ്റ്റ് സൈഡിൽ കാണിക്കുന്നു ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ എമൗണ്ട് 4600. നെക്സ്റ്റ് വരുന്നത് റെന്റ് പെയ്ഡ് 3000 അല്ലെ, വാടക കൊടുത്തു. അപ്പോൾ എന്താണ്, റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ് അല്ല, റെന്റ് പെയ്ഡ്. പെയ്യുന്നത് പേയ്മെന്റ് ആണ്. അപ്പോൾ ക്യാഷ് പോകുന്നത് ഓർഗനൈസേഷന് ക്യാഷ് പുറത്തേക്ക് പോകണം, പോകുമ്പോൾ ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് സൈഡ് നമ്മൾ കാണിക്കുക റെന്റ് എമൗണ്ട് 3000. നെക്സ്റ്റ് വരുന്നത് സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് 4800. സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസസ് റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ് അല്ല, കാരണം സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ എന്താണ്, സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിച്ചപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് പോകുന്നത് കൊണ്ട് ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോൾ ക്യാഷ് പേയ്മെന്റ് ആയത് പേയ്മെന്റ് സൈഡിൽ സ്പോർട്സ് മെറ്റീരിയൽസ് എമൗണ്ട് 4800. നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ്സ് 600 അല്ലേ. അപ്പോൾ റിഫ്രഷ്മെന്റ് വാങ്ങിച്ചു. അപ്പോൾ എന്താണ്, റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ്. റിഫ്രഷ്മെന്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് പേയ്മെന്റ് ആയതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നു പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് 600. നെക്സ്റ്റ് നോക്കാം, എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് 2000. ഇപ്പോൾ എക്സ്പെൻസസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്. അപ്പോൾ നമ്മൾ റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ്. ടെന്നീസ് കോർട്ടിന്റെ മെയിൻ്റെനൻസ്, ടെന്നീസ് കോർട്ടിന് നമുക്ക് റിപ്പയർ ഉണ്ടാവും. അപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി 2000 രൂപ ചെലവഴിച്ചു. അപ്പോൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാഷ് പോകുന്നത് ക്യാഷ് പേയ്മെന്റ്. അപ്പോൾ അതാണ് നമ്മൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കുക എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് എമൗണ്ട് 2000. നെക്സ്റ്റ് വരുന്നത് സാലറീസ് പെയ്ഡ് 2500. സാലറി പെയ്ഡ്. അപ്പോൾ എന്താണ്, റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ്. സാലറി പെയ്ഡ്, സാലറി കൊടുത്തു. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് പോവുകയാണ്. ക്യാഷ് പോകുന്നത് ക്യാഷ് പേയ്മെന്റ്. നേരത്തെ നമ്മൾ റെന്റ് പറഞ്ഞ സാലറി. ഇപ്പോൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കാം സാലറീസ് എമൗണ്ട് 2500. നെക്സ്റ്റ് ആണ് ടൂർണമെന്റ് എക്സ്പെൻസസ് 2400. ടൂർണമെന്റ് എക്സ്പെൻസസ് റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ് അല്ല, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പോവുകയാണ് അല്ലെ, ക്യാഷ് കൊടുക്കുകയാണ്. ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ചെലവാണ്. അപ്പോൾ ഓർഗനൈസേഷനകത്ത് നിന്ന് ക്യാഷ് പോകുന്നു. ക്യാഷ് പോകുന്നത് ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നു ടൂർണമെന്റ് എക്സ്പെൻസസ് എമൗണ്ട് 2400. വരുന്നത് ഫർണിച്ചർ പർച്ചേസ്ഡ് 1500. നെക്സ്റ്റ് ഐറ്റം എന്താണ്, ഫർണിച്ചർ പർച്ചേസ്ഡ് റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ് അല്ലേ. ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ വാങ്ങിക്കാൻ നമ്മൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഓർഗനൈസേഷനകത്ത് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ക്യാഷ് പോകുന്നത് ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നു ഫർണിച്ചർ എമൗണ്ട്
1500. Next, office expenses 1200. Office expenses, office ചെലവാണ്, ഓഫീസിന് ചെലവായി, ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ്. എക്സ്പെൻസ് ആണ്, ഓഫീസിലേക്കുള്ള ചെലവാണ്. അപ്പോൾ ഓഫീസിലെ ചെലവ് പൈസ ചെലവാകുന്നത്, പൈസ ബിസിനസ് ഓർഗനൈസേഷനിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് സൈഡ് കാണിക്കുന്നു. ഓഫീസ് എക്സ്പെൻസ് എമൗണ്ട് 1200. നെക്സ്റ്റ് നോക്കൂ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് 400. അപ്പോൾ ഇതെന്താണ്? ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ? ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഏത് സൈഡ് എടുക്കുന്നത്? ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡ്? ക്രെഡിറ്റ് സൈഡ്. കാരണം ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബാങ്ക് ബാലൻസ്. അപ്പോൾ ക്യാഷ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ബാങ്ക് ബാലൻസ് ആണ്. ചില ക്വസ്റ്റിനകത്ത് ബാങ്ക് ബാലൻസ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് ചെയ്യുന്ന എമൗണ്ട് ക്യാഷ് ബാലൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ഡ്രോ ഡൗൺ എഴുതുന്നു. താഴെ ക്യാഷ് എമൗണ്ട് 400. ഇത് നമ്മൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്യാം. റിസീറ്റ് സൈഡും പേയ്മെന്റ് സൈഡും ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡിനാണ് കൂടുതൽ വരുന്നത് നോക്കുക. അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസീറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. റെസീറ്റ് സൈഡ് ടോട്ടൽ 25,000 വരുന്നത്. അപ്പോൾ അതേ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് സൈഡിലും ടോട്ടലായിട്ട് 25,000 എഴുതുന്നു. ഇത് പേയ്മെന്റ്സിനകത്ത് എന്ത് ചെയ്യണം? സോറി, ഈ റെസീറ്റ്സ് 25,000 ആണ്. ഈ വർഷം ഉണ്ടായ ക്യാഷ് റെസീറ്റ്സ് 25,000 ആണ്. 25,000 എന്ത് ചെയ്യാം? പേയ്മെന്റ്സ് ലെസ് ചെയ്യാം പ്ലസ് ക്യാഷ് ബാലൻസും അല്ലേ? അപ്പോൾ ലെസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത് വരുന്നത്? ബാങ്ക് ബാലൻസ്. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ബാലൻസ് തന്നത് കൊണ്ട് നമുക്ക് ഡിഫറൻസ് കിട്ടുന്ന എമൗണ്ട് ബാങ്ക് ബാലൻസ് ആയിരിക്കും. ഈ ക്വസ്റ്റിനകത്ത് ബാങ്ക് ബാലൻസ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഡിഫറൻസ് ചെയ്യുന്ന എമൗണ്ട് എന്തായിരിക്കും? ക്യാഷ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് എടുക്കുക. അപ്പോൾ ബാലൻസ് വരുന്ന സമയത്ത് നോക്കുക 6,600 രൂപയാണ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ചില ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് മാത്രം തരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷും ബാലൻസ് സെപ്പറേറ്റ് പറയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ്, ബാലൻസ് ഡ്രോ ഡൗണും, ക്ലോസിംഗ് ബാലൻസ്, ബാലൻസ് ക്യാരി ഡൗണും മാത്രം എഴുതിയാൽ മതി. പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് തരികയാണെങ്കിൽ ക്വസ്റ്റിനകത്ത് തരുന്നതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാം എന്നത് നമ്മൾ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോട് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ഉണ്ടാകുന്ന പുതിയ പരിപാടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.